അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലെ ഫ്രാങ്ക്ലിന്റെ ഹൗസിന്റെ മുന്നിൽ ന്യൂ റെയിൽവേ സ്റ്റേഷനും കാര്യത്തിന്റെ ആടെങ്കിൽ അതേപോലെ തന്നെ ന്യൂ ഓട്ടോറിക്ഷ ന്യൂ ബസ് സ്റ്റോപ്പും കാര്യത്തിന്റെ ആടെങ്കിൽ അപ്പൊ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കാര്യത്തിന് അതേപോലെ 3 ട്രെയിനും കാര്യത്തിന് വെറൈറ്റി ട്രെയിനും കാര്യത്തിന് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലും കാര്യത്തിന് ആടെങ്കിൽ അപ്പൊ 3 ട്രെയിനും പോയിക്കിട അപ്പൊ ഇനി രണ്ടാമത്തെ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഫ്രാങ്ക്ലിനാണ് അങ്ങനെ പോണത് കൺട്രോൾ ഒക്കെ ചെയ്യുന്നത്. അതേപോലെ നമ്മളെ ട്രെയിനും കാര്യത്തിന് പോയിട്ട് അപ്പൊ ഇതെങ്ങനെ സെറ്റ് ചെയ്തെന്നാണ് വീഡിയോ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ അടിപൊളി വീഡിയോയും കാര്യത്തിനാണ്. അപ്പൊ നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടിട്ട് പുറത്തും കാര്യത്തിന് അപ്പൊ ഈ വണ്ടി എടുത്ത് പോകാന്ന് ചോദിച്ചപ്പോ നമുക്ക് കോളും കാര്യത്തിന് വരും. കൊടുത്തു ഹലോ എന്താ വിളിച്ചത്? ഞാൻ വിളിച്ചത് എന്റെ വീട്ടിന്റെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ല ഞാൻ അറിഞ്ഞില്ല എങ്ങനെ വരാൻ സാധ്യത വാർത്തയിലേക്ക് വാർത്ത ഞാൻ വാർത്ത കണ്ടില്ല. ഞാൻ അത്യാവശ്യമായിട്ട് പുറത്ത് കാര്യത്തിന് സാധനം വാങ്ങാൻ പോകുന്നത് വാർത്ത വെച്ചോക്കെ വാർത്തയിലല്ലോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ പുറത്തൊക്കെ അത്യാവശ്യമായിട്ട് പോയിന്. അപ്പൊ അന്ന് വാർത്ത ഞാൻ നോക്കില്ല. ഇപ്പൊ എന്തായാലും സാധനം വാങ്ങാനായിട്ട് ഫുഡ് വാങ്ങാനായിട്ട് പുറത്തൊക്കെ പോയതിന്. അപ്പൊ എന്തായാലും ഞാൻ വാർത്ത വെച്ചോക്കിട്ട് യാതൊരു ഇല്ല. അപ്പൊ നമ്മളെ ഫ്രണ്ട് കാര്യത്തിനെ വിളിച്ച് വാർത്ത വെക്കാനും പറഞ്ഞു. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ കാര്യത്തിൽ നമ്മളെ വീട്ടിന് മുന്നിൽ ആടാവുന്ന കുഴപ്പമുണ്ടാവുന്ന പറഞ്ഞപ്പോ എന്തായാലും നമുക്ക് നേരെ വാർത്ത വെച്ചോക്കാം. പക്ഷെ നമ്മൾ ടിവിന് മുന്നിൽ എത്തിയിരിക്കണം. അപ്പൊ എന്താ നോക്കാം. ആ വാർത്തയിലും കാര്യത്തിന് പറഞ്ഞ ഈ ബിൽഡിംഗ് ഒഴിവാക്കിയിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനും കാര്യത്തിന്റെ വരുന്നത് ഇതേപോലെയൊക്കെ ബിൽഡിംഗ് കാര്യത്തിന് വരുന്ന വാർത്തയിലും കാര്യത്തിന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളെ വീട്ടിന് മുന്നിൽ റെയിൽവേ സ്റ്റേഷനും കാര്യത്തിനാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു ഫ്രണ്ട് കാര്യത്തിന് ആ ഫ്രണ്ടിന്റെ അടുത്ത് പോവാ. അതായത് റെയിൽവേ സ്റ്റേഷനിലാണ് ജോലിയും കാര്യത്തിനും ചെയ്ത്. അപ്പൊ നമുക്ക് ഫ്രണ്ടിന്റെ അടുത്ത് പെട്ടെന്ന് പോവാം. അവർ പറഞ്ഞപ്പോ ഒഴിവാക്കാൻ സാധ്യത നമ്മൾ ഈ മുന്നിലായിട്ട് റെയിൽവേ സ്റ്റേഷൻ കാര്യത്തിന് വന്നാൽ നമുക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ അടുത്ത NPC കാര്യത്തിന് പോകാൻ പറ്റും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടും കാര്യത്തിന്. അപ്പൊ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ കാര്യത്തിന് കർത്തിച്ച് വിട്ടിങ്ങനെ. അപ്പൊ എന്തായാലും ഫ്രണ്ട് കാര്യത്തിന് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഫ്രണ്ട് കാര്യത്തിന് ഇവിടെ ആളും കാര്യത്തിന് ഡ്യൂട്ടി ആക്കി നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഫ്രണ്ടിനോട് സംസാരിച്ചു ഇത് എങ്ങനെയും മുടക്കിയേ പറ്റുള്ളൂ. ചിലപ്പോൾ മുടക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടി എന്തായാലും നമുക്ക് ചെയ്ത ബുദ്ധിമുട്ടും കാര്യത്തിനാണ്. ഞാനൊരു വാർത്ത അറിഞ്ഞപ്പോ വന്നതാണ്. എന്ത് വാർത്ത? റെയിൽവേ സ്റ്റേഷൻ കാര്യത്തിന്റെ വീട്ടിന് മുന്നിൽ ആ റെയിൽവേ സ്റ്റേഷൻ കാര്യത്തിന് വീട്ടില് മുന്നിൽ വരികയാണ്. അപ്പൊ എനിക്ക് കുറച്ച് ഇഷ്യൂ കാര്യത്തിനുണ്ടോ? എടാ എന്ത് ഇഷ്യൂ ആണ് എനിക്ക് മനസ്സിലാക്കി. എന്താ വെച്ചാൽ എനിക്ക് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി കുറെ ഇഷ്യൂ കാര്യത്തിനുണ്ടോ? അത് ഒഴിവാക്കിയേ പറ്റും. സാധാരണ ഞാൻ നോക്കും എനിക്ക് എന്തെങ്കിലും ഒഴിവാക്കി കിടന്നു ഇറങ്ങാനൊന്നും പറ്റില്ല. ട്രെയിനിന്റെ വാച്ചും കാര്യത്തിന് ഇവിടെ എന്നിട്ട് സമാധാനത്തിൽ തന്നെ ഉറങ്ങാം. അതിനിപ്പോ ഞാനും നോക്കണേ എന്ത് പറയാനിപ്പോ ചെയ്യാൻ പറ്റും. സർക്കാരിന്റെ ഒരു എന്റെ വീട്ടിന് മുന്നിലാണ് നല്ല സ്ഥലം കാര്യത്തിന് കണ്ടിരുന്നത്. അപ്പൊ എന്ത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇജ് എന്തായാലും ഇതിന് സപ്പോർട്ട് ചെയ്തു. ഒരാള് വിചാരിച്ചാൽ മാത്രമേ പോകാൻ പറ്റില്ല. എന്തായാലും എന്റെ മുന്നിൽ തന്നെ ട്രെയിനും കാര്യത്തിന് വരുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഒരു ട്രെയിനും കാര്യത്തിന് എന്റെ അവിടെ 3 ട്രെയിനും കാര്യത്തിന് എനിക്ക് സുഖമാണ്. എനിക്ക് യാത്ര ചെയ്യാൻ ട്രെയിനും ഇങ്ങോട്ട് പാഞ്ഞു വരണം. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മളോട് പറഞ്ഞു ഈ ട്രെയിൻ നമുക്ക് അവർക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. എന്തായാലും നമ്മൾ സമ്മതം മൂടിക്കണം. നമ്മളൊരാൾ നിന്നിട്ട് കാര്യം സിറ്റിയിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു നമ്മൾ അവിടെ വരുന്നത്. എന്തായാലും നമുക്ക് നമ്മളെ വീട്ടിനകത്ത് ട്രെയിനും കാര്യത്തിന് കൊണ്ടുപോകാം. പാളമായിട്ടൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്കത് കൊണ്ടുപോയി നോക്കി ഇതിൽ കൂടെ കൊണ്ടുപോയി ചുറ്റി വളഞ്ഞിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ. അപ്പൊ എന്തായാലും ഇതിന് ആരും ഇല്ലാന്ന് പറഞ്ഞപ്പോ നമ്മളോട് എന്തായാലും വന്നാൽ നമ്മളോട് കൊണ്ടുപോയിടാനെ പറഞ്ഞു. നമുക്ക് എന്താ റൂൾസും കാര്യത്തിലൊന്നുമില്ല. നമുക്ക് തോട്ടാനും റൂൾസ് ഇല്ല. അപ്പൊ എന്തായാലും നമ്മൾ വോട്ട് എന്നുള്ള ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് മാത്രമേ വോട്ട് ഇടുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇവിടെ പക്ഷെ ഇപ്പൊ റോഡും കാര്യത്തിലുണ്ട്. ഇത് ഇഷ്യൂ എന്താ യാതൊരു ആയിരിക്കും നമ്മൾ പോയിട്ട് പക്ഷെ ഇപ്പൊ റോട്ടിൽ നിന്ന് തെള്ളം പാളം മാറിപ്പോണ്ടല്ല റോട്ടുമൊക്കെ ഈ ട്രെയിൻ കാര്യത്തിന് പോകണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബ്രേക്ക് വെച്ച് നിർത്തേണ്ട ഒരു അപകടം കാര്യത്തിന്. പക്ഷെ അതിനെ ബ്രേക്കും വെച്ചാൽ നിർത്തിയില്ല. അപ്പൊ എന്ത് ചെയ്യാൻ യാതൊരു നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനും കാര്യത്തിലെത്തി. നമ്മൾ ഫെയിൽ ആയിക്കണം. അപ്പൊ നമ്മൾ കൊണ്ടാൻ വിചാരിച്ചു. അപ്പൊ ഇത് നടത്തി. അപ്പൊ നമ്മൾ ഇത് രണ്ടും കണക്ട് വിട്ടിക്കണം. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകണം. അപ്പൊ അത് ഫ്രാങ്ക്ലിൻ കാര്യത്തിന് ഓട്ടണം. അപ്പൊ ഫ്രാങ്ക്ലിനെ മാറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും ഈ ബോഗിങ് കാര്യത്തിന് ജോയിന്റ് ചെയ്താണ്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഇത് ജോയിൻ വിട്ടുപോയതിന് അവിടെ സംഭവം നടന്നത്. അതുകൊണ്ടാണ് സംഭവം അവിടെ വിട്ടത്. അപ്പൊ എന്തായാലും ഇത് ജോയിൻ ചെയ്തു. അപ്പൊ എന്തായാലും ഞാൻ ബാക്ക് എടുത്ത് കണ്ട് ജോയിൻ ആവാൻ നോക്കണം. അപ്പൊ എന്തായാലും യാതൊരു നമ്മൾ നേരെ അവിടെ മുട്ടിച്ചോർത്താൽ തന്നെ ജോയിൻ ആവും നമ്മൾ ഫ്രണ്ടും കാര്യത്തിന് പറഞ്ഞത്. അപ്പൊ എന്തായാലും മുട്ടിച്ചിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വെല്ലം മുന്നോട്ട് കൊടുക്കുക. പക്ഷെ മുന്നോട്ട് ഒന്നും വന്നിട്ടില്ല. ഇത് ഫ്രണ്ടോട്ടൊക്കെ പോയെന്നല്ലാതെ വേറെ സംഭവമായിട്ടൊന്നും നടത്തില്ല. അപ്പൊ ഇത് 2 ജോയിൻ ആവാനേ നോക്കി. പക്ഷെ ഇത് 2 ജോയിൻ ആയിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആദ്യം ആണെങ്കിൽ 2 ജോയിൻ ആവാതെ കൊണ്ടാവാനും പറ്റും. അപ്പൊ ഫ്രണ്ടിനോട് സംസാരിച്ചേക്കാടെ ഇനി സംഭവം ഒന്നും നടത്തില്ല. എന്താ ചെയ്യാനാ എനിക്കറിയില്ല എന്ത് സംഭവം നടത്തിയത്. ട്രെയിൻ ഒന്നും ഓടിച്ചാറിയത്തില്ല. അത് റോഡ് എന്താ ഇഷ്യൂ കാര്യത്തിന് ട്രെയിൻ എന്താ പ്രോബ്ലം കാര്യം ഉണ്ടായിട്ടാണ് സംഭവം നടന്നത്. അല്ല അതിന്റെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ ഒരു സാധനം ചെയ്യാനൊക്കെ പറഞ്ഞു തരാം. സ്ഥലത്ത് ഒരു കൊടിയും കാര്യത്തിന് എന്താ വെച്ചാൽ ആ പെട്രോൾ പമ്പിന്റെ മുകളിൽ ഒരു കൊടിയാണ്. അതേപോലെ ഈ കൊടി എടുത്ത് കണ്ട് അതേപോലെ തന്നെ എയർപോർട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ആ കൊടിയുടെ രണ്ട് കളർ കൊടിയും കാര്യത്തിനാണ്. അത് എടുത്ത് കൊടുങ്ങാണ്ട് ഇജി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അടുത്ത കാര്യം പറഞ്ഞുതരാം. അത് എടുക്കാൻ വേണ്ടി കുറച്ച് പണിയും കാര്യത്തിനും ചെയ്യേണ്ടി ഒരു ചലഞ്ച് കാര്യത്തിനാണ്. ചലഞ്ച് ഇജി ഒന്ന് ജയിച്ചാൽ 2 കൊടി എടുക്കുക. അപ്പൊ 2 സ്ഥലം കാര്യത്തിന് പറഞ്ഞത്. അപ്പൊ ഇജി ജയിച്ചിട്ട് മാറ്റാണ്ട് നേരെ പോവാ. അപ്പൊ നമ്മളുടെ ചലഞ്ച് കാര്യത്തിന് ജയിച്ചാൽ ചലഞ്ച് ജയിച്ച് 2 കോടി കിട്ടുന്ന പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ചലഞ്ച് ജയിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇതിന് ജുറാസ് പാർക്കിൽ ഏറ്റവും മുകളിൽ കാര്യത്തിലേക്ക് കാണുന്ന ഈ മല ആ മലന്റെ മുകളിൽ കാര്യത്തിന്. അപ്പൊ എന്തായാലും നമ്മൾ ആ കാര്യം അവിടുത്തെ എത്തിക്കണം. അപ്പൊ ഇതാണ് ഈ ചലഞ്ച് കാര്യത്തിന്. അപ്പൊ ഈ ചലഞ്ച് നമ്മൾ എങ്ങനെ ജയിച്ചാലും കുഴപ്പമില്ല. നമുക്ക് കള്ളച്ചാതിയൊക്കെ ചെയ്ത് ജയിച്ചാനൊക്കെ പറ്റണേക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കുറച്ചെണ്ണം പോയേക്കാം. നമുക്ക് കുറച്ച് ടാസ്ക്
കാര്യത്തിന് ചലഞ്ചാണ്. ഇപ്പൊ വണ്ടിക്കൊക്കെ പോകാൻ പറ്റുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പോകാനൊക്കെ പറ്റുന്നെങ്കിൽ ഇപ്പൊ മതിയായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എടി കൂടെ ഇട്ട് പോകണമെങ്കിൽ അപ്പൊ എങ്ങനെ നമുക്ക് പെട്രോൾ പമ്പിന്റെ മുകളത്തെ കൊടിയും കാര്യത്തിന് എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എയർപോർട്ടിൽ ഒരു കൊടിയുണ്ട്. അപ്പൊ 2 കൊടി എടുത്താൽ നമ്മുടെ ഫ്രണ്ടിനെ കാണാനാ ഫ്രണ്ട് പിന്നെ പറഞ്ഞു തരാന്ന് പറഞ്ഞ് അപ്പൊ എന്തായാലും നമുക്ക് ഈ ചലഞ്ച് കഴിഞ്ഞു. അപ്പൊ ഇതിൽ കൂടെ ഒരു ഗ്യാപ്പും കാര്യത്തിന് അപ്പൊ ഈ ഗ്യാപ്പ് കൂടെ എടുക്കാന്ന് വിചാരിച്ചപ്പോ അവിടെ ഗ്യാപ്പ് കൂടെ എടുത്താൽ അപ്പുറത്തേക്ക് അങ്ങനെ ചാടിക്കണം. അപ്പൊ അതേപോലെ ഗ്യാപ്പും കാര്യത്തില്ല. പിന്നെ നമ്മുടെ മുന്നിൽ കണ്ടെയ്നറും കാര്യത്തിന് അപ്പൊ എന്തായാലും നമുക്ക് സ്പീഡും കാര്യത്തിന് വിടാം. അപ്പൊ കണ്ടെയ്നറിന്റെ കൂടെ അപ്പൊ നമുക്ക് ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഇടാൻ പറ്റുമോ തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഇടാറ്റില്ല. പക്ഷെ അപ്പൊ ഇതിന് മുന്നിൽ നിന്ന് നേരെ അങ്ങോട്ട് വിട്ടാൽ അങ്ങനെ വിട്ടിക്കണം. അപ്പൊ എന്തായാലും ഈ കണ്ടെയ്നർക്ക് നേരെ കയറാൻ പറ്റുന്നെങ്കിൽ അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ ഇതിന്റെ മുകൾക്ക് കയറിക്കണം. അപ്പൊ ഇവിടെ അരമാർക്കും കാര്യത്തുണ്ട്. അപ്പൊ അതേപോലെ തന്നെ റാമ്പുണ്ട്. റാമ്പിന്റെ മുകളിലാണ് കണ്ടെയ്നറും കാര്യത്തിന്. അപ്പൊ വണ്ടി വേണം മുന്നിൽ പോയപ്പോ എന്തെങ്കിലും ബാക്ക് എടുത്താണ്ട് ആ റാമ്പിന്റെ മുകളിൽ കൂടെ കയറി കണ്ടെയ്നർക്ക് പോട്ടെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ റാമ്പിന്റെ മുകളിൽ കണ്ടെയ്നറിന്റെ മുകളിൽ കാര്യത്തിന് ചാടിക്കണം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇവിടുന്ന് നോക്കി പോകണം. ഇവിടെ ചെരിഞ്ഞാണ് കണ്ടെയ്നർ. നമ്മളെ ബൈക്ക് കാര്യത്തിന് അത്ര നല്ലതൊന്നും ഇല്ല. എന്തായാലും ബൈക്ക് ഇവിടെ ബ്രേക്ക് പിടിച്ച് അവിടെ നിൽക്കുന്ന ബൈക്കും കാര്യത്തില്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ മാക്സിമം എല്ലാം പോകാൻ നിൽക്കുക. അപ്പൊ ഇവിടുന്ന് കുറച്ച് സ്പീഡ് വിട്ടാൽ നമുക്ക് സംഗതി നടക്കില്ല. അപ്പൊ എന്തായാലും റാമ്പിന്റെ മുകളിൽ ഇവിടെ സ്പീഡ് ഇവിടെ ഗ്യാപ്പും കാര്യത്തിന് ബൈക്കാണ് തങ്ങിക്കാൻ സാധ്യത. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഗ്യാപ്പ് തങ്ങിക്കാതെ കിട്ടി. അപ്പൊ എപ്പോഴും ഗ്യാപ്പിൽ തങ്ങിക്കലിരുന്നത് കുഴപ്പമില്ലാതെ അങ്ങനെ കിട്ടിക്കുന്നത്. ഇത്ര ടാസ്ക് ആയിരുന്നു. ഇനി സിമ്പിൾ ആണ്. ഇവിടെ അങ്ങനെ ചെറിയ ചെറിയ ഇത് ചാട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പൊന്തിക്കാൻ അവിടെയൊക്കെ ചിലപ്പോൾ കുടുങ്ങിക്കളിനി. അപ്പൊ ഇവിടുന്ന് ഒരു റാമ്പ് കാര്യത്തിന്റെ റാമ്പാണ് ചാടിയാൽ നമുക്ക് അപ്പുറത്ത് ഇതിലെത്തനേക്കാം. അപ്പൊ ഇവിടുന്ന് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നല്ല ഹൈറ്റിൽ പൊന്തി ഞാൻ എല്ലാം ചാടി എന്താ വെച്ചാൽ അവിടെ പൊന്തിക്കണം. അപ്പൊ ഞാൻ അവിടെ പോവാതെ നമ്മൾ എഡി കൂടെ കയറുന്നത് കൈക്കൂടെ കാണാൻ അയിക്കൂടെ കയറി. അപ്പൊ നമ്മൾ എഡി കൂടെ കയറിയാണ്. പക്ഷെ ഇവിടെ കുടുങ്ങിക്കുന്നു വിചാരിച്ചു. ഇവിടെ കുടുങ്ങില്ല. അപ്പൊ എന്തായാലും ഇവിടുന്ന് റാമ്പിൽ ആ ബിൽഡിംഗ് ചാടണം. മെല്ലെ ചാടിയത് ആ സ്പീഡ് കൂടിയാൽ അപ്പുറത്ത് ബിൽഡിങ്ങിൽ എത്തണേക്കാം. അപ്പൊ റോട്ടിലേക്ക് എടുക്കണേക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് മെല്ലെ വിട്ടത് അല്ലെങ്കിൽ സ്പീഡ് വിട്ടാൽ അങ്ങോട്ട് സൈഡിൽ കൂടെ കയറിയേ. അപ്പൊ എന്തോ ഭാഗത്ത് റോട്ടിൽ എത്തേണ്ട ബിൽഡിംഗ് നിന്ന്. അപ്പൊ ഇവിടെ കണ്ടെയ്നറും കാര്യത്തിനും ഇവിടെ കുറച്ച് ടാസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് സ്പീഡും കാര്യത്തിനും കാണിച്ചു തന്നതാണ് എന്തെങ്കിലും കണ്ടെയ്നറൊക്കെ കഴിഞ്ഞിങ്ങനെ. അപ്പൊ ഇവിടെ കുറച്ച് ടാസ്ക് വിചാരിച്ചു അവിടെ കുടുങ്ങിക്കുന്നു. പെട്ടെന്ന് സൈഡിൽ എടുത്തോണ്ട് മാത്രം ലാഭമായി. പിന്നെ ഇവിടെ മുന്നിൽ കണ്ടെയ്നറും കാര്യത്തിൽ അപ്പൊ ഞാൻ അതിൽ കയറുന്നില്ല. അത് കയറാൻ ടാസ്ക് ആണ്. അപ്പൊ ഞാൻ എന്തായാലും പുറത്ത് കൂടെ അപ്പുറത്തേക്ക് ചാടാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഇതിൽ കൂടെ വന്നിട്ട് അപ്പുറത്തേക്ക് ഞാൻ കയറാന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ പെട്രോൾ പമ്പിന്റെ അവിടെ കാര്യത്തിന് എത്തി. അപ്പൊ ചെറിയ കള്ളച്ചാട്ടൊക്കെ ചെയ്താൽ അവിടെ എത്തി. അപ്പൊ ഞാൻ അയിക്കൂടെ കയറിച്ചു. അപ്പൊ അയിക്കൂടെ വന്നാൽ ഇതിക്കൂടെ തന്നെ എത്തില്ല. അപ്പൊ എന്തായാലും നമ്മൾ പെട്രോൾ പമ്പും കാര്യത്തിന് ചാടിക്കണേ. അപ്പൊ എന്തായാലും ചാടി പെട്രോൾ പമ്പിൽ എത്തി നമുക്ക് കൊടിയും കാര്യത്തിന് തന്നെ കണ്ടുകണം. അപ്പൊ ഇതാണ് കൊടിയും കാര്യത്തിന്. അപ്പൊ എടുത്തിട്ട് നമുക്ക് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. പക്ഷെ അപ്പൊ പെട്രോൾ പമ്പിൽ നിന്ന് കൊടിയും കാര്യത്തിനെടുത്ത് അപ്പൊ നമുക്ക് നേരെ എയർപോർട്ടിലും കാര്യത്തിന്. അപ്പൊ ഇതിക്കൂടെ എയർപോർട്ടിൽ സിമ്പിൾ റോഡും കാര്യത്തിലുണ്ട്. അപ്പൊ ഞാൻ എയർപോർട്ടിൽ സാധനം കണ്ടു. അപ്പൊ നമ്മുടെ കയറി മോൾക്ക് കയറിങ്ങനെ. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് നമ്മളെ കൊടിയും കാര്യത്തിനുള്ളത്. അപ്പൊ എന്തായാലും ഇവിടെ പച്ചക്കൊടിയും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും ഈ പച്ചക്കൊടിയും കാര്യത്തിന് ഞാൻ എടുത്തിങ്ങനെ. അപ്പൊ ഇത് എടുത്താൽ നമുക്ക് നേരെ നേരെ എയർപോർട്ട് നമ്മുടെ ഫ്രണ്ടിനെ കാണാനാ പറഞ്ഞ നമ്മൾ 2 കോടി എടുത്താൽ ഫ്രണ്ടിനെ കാണാൻ നേരെ എയർപോർട്ടിലും കാര്യത്തിന് എത്തിയത്. അപ്പൊ എന്തായാലും നമുക്ക് ബൈക്കും കാര്യത്തിന് നമ്മൾ നിർത്തിയാൽ ഫ്രണ്ടിനോട് ചോദിച്ചു നോക്കി എന്ത് യാതൊരു അടിയിൽ നമ്മൾ ബൈക്കിൽ നിന്നാണ് ഇറങ്ങിയത്. അപ്പൊ ഞാൻ എന്തായാലും കൊടി എടുത്താലും ഫ്രണ്ടിനോട് ചോദിച്ചു. ഫ്രണ്ട് നമ്മൾ കാണാനാ പറഞ്ഞപ്പോ യാതൊരു അടിയിൽ എന്തിനെ വിളിച്ചത്. എടാ ഫ്രാങ്കിലെ ഇപ്പളെ വേണ്ടി കുറച്ച് ലേറ്റും കാര്യത്തിന് പറഞ്ഞു. എന്തായാലും എന്റെ വീട്ടിന്റെ അവിടെ സെറ്റപ്പ് ചെയ്ത് ചിരിച്ച് വരുമ്പോ കണ്ടി. എടാ ഞാൻ വരുമ്പോ കണ്ടില്ല. എന്താ ഇജ്ജ് വരുമ്പോ കണ്ടപ്പോഴാ സെറ്റപ്പ് ചെയ്തത്. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോയത് ഞാൻ കൊടി തന്നെ കാണാൻ പറഞ്ഞു. ഇജ്ജ് കൊടി എടുക്കുമെന്ന് അറിയാൻ വേണ്ടി വെറുതെ വിളിച്ചതാണ്. അപ്പൊ ഇജ്ജ് എന്തായാലും വന്നില്ല. ഇജ്ജ് എന്തായാലും ഇപ്പൊ ഈ കൊടിയായിട്ട് വീട്ടിൽ പോവാ. വീട്ടിലൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചില്ല. ഇജ്ജ് വീട്ടിൽ മാത്രം പോയാൽ മതി. പക്ഷെ നമ്മളെ വീട്ടും കാര്യത്തിന് പോകാൻ പറഞ്ഞു. നമ്മളെ കൊടിയും കാര്യത്തിന് ബൈക്കുമ്പോൾ സെറ്റ് ആക്കി വെച്ചിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇത് എടുത്താൽ നമുക്ക് നേരെ വീട്ടിൽ നമുക്ക് വീട്ടിൽ കയറാൻ പറ്റും. യാതൊരു അടിയിൽ അവിടെ വീട്ടിലൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫസ്റ്റ് മുടക്കാൻ നിന്നപ്പോ എന്തായാലും മുടക്കേണ്ട വെച്ചാൽ സെറ്റപ്പും കാര്യത്തിനാണ് വരുന്നത്. പക്ഷെ അടിപൊളി ഡ്രൈവർ സ്റ്റേഷന് 3 ട്രെയിനും കാര്യത്തിന് വെച്ചാൽ ഡ്രൈവർ സ്റ്റേഷനും കാര്യത്തിന് നമുക്ക് റോഡും കാര്യത്തിനും ഇപ്പൊ ഇല്ല. ഇതൊക്കെ ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് വരുന്നത്. അപ്പൊ ട്രെയിനും കാര്യത്തിന് അടിപൊളി ട്രെയിനിങ് കാര്യത്തിന്. അപ്പൊ 3 ട്രെയിൻ മാത്രമേ നമുക്ക് ഇവിടെ ഓട്ടാൻ പറ്റില്ല. അപ്പൊ അതിൽ കൂടുതലും നമുക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് 3 ട്രെയിൻ മാത്രമേ വെച്ച് സെറ്റപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ ബസ് സ്റ്റോപ്പും കാര്യത്തിന് ട്രെയിനും കയറാൻ പറ്റും. അതേപോലെ ട്രെയിനിന്റെ ഓട്ടോ സ്റ്റാൻഡ് അതേപോലെ ബസ് സ്റ്റോപ്പും കാര്യത്തിനുണ്ട്. ആ ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് അടിപൊളി. അപ്പൊ ഞാൻ വെറുതെ മുടക്കാൻ നിന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഉപകാരമാണെന്ന് മനസ്സിലപ്പോ ഞാൻ മുടക്കാൻ നിന്നില്ല. അപ്പൊ എന്തായാലും ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് അടിപൊളിയും കാര്യത്തിനേക്കില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇതിക്ക് പോട്ടെ. അപ്പൊ എന്തായാലും നമ്മളൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ ട്രെയിൻ കാര്യത്തിനുള്ളൂ. അപ്പൊ ഞാൻ പച്ചക്കൊടി നീട്ടിന്. പച്ചക്കൊടി നീട്ടി നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ട്രെയിൻ പോകാനുള്ള. അപ്പൊ ട്രെയിൻ കാര്യത്തിന് അതിന് പോയിക്കണേ. അപ്പൊ നമ്മളെ ട്രെയിൻ കാര്യത്തിന് ഫസ്റ്റ് പോയി. പിന്നെ ഒരു എല്ലാ റേഞ്ച് കാര്യത്തിന് പിന്നെ ബാക്കിൽ പച്ചും കാര്യത്തിനുണ്ട്. അപ്പൊ 2 ട്രെയിൻ കാര്യത്തിനും മറ്റേ ട്രെയിൻ പോകാൻ സമയമായിട്ടില്ല. അപ്പൊ എന്തായാലും മറ്റേത് വരുന്നുണ്ട്. അപ്പൊ പക്ഷെ നമ്മളെ മറ്റേ ട്രെയിൻ വന്നില്ല. അപ്പൊ എന്താ യാതൊരു കഴിയില്ല. അപ്പൊ ഈ ട്രെയിൻ വന്ന് 2 സെയിമില വരാൻ സമയമില്ല. അപ്പൊ മറ്റേ ട്രെയിൻ വന്നില്ല. ഈ 2 ഒരു മിച്ച വരുന്നത് നമ്മൾ പോയത് കുറച്ച് മുന്നിലാണ് വന്നിട്ട് സമയം ഇതുവരായിട്ടില്ല. അപ്പൊ ഈ കാലിയാണ് ഇപ്പോഴും വന്നിട്ടില്ല. സമയം ഒരുപാട് അപ്പൊ ഇവിടെ വന്നിട്ടില്ല.
അങ്ങനെ കാത്തുനിന്ന് കുറെ നേരം. അപ്പൊ എന്റെ ജോലിയും കാര്യത്തിന് കഴിയാനിരിക്കില്ല. അപ്പൊ നൈറ്റ് വരെ എന്റെ ജോലിയും കാര്യത്തിനുള്ളൂ. അപ്പൊ എന്തായാലും കുറെ നേരം കാത്തുനിന്ന് ഇപ്പോഴും ആ ട്രെയിനിങ് കാര്യത്തിന് ആളേറ്റ് മറ്റേ ട്രെയിനിൽ പോയി രണ്ടാമതും വന്ന് കുറെ ട്രെയിനിങ് വന്ന് കളിച്ച്. പക്ഷെ ഇപ്പോൾ ആ ട്രെയിനിങ് കാര്യത്തിന് ഇപ്പോഴും വന്നില്ല. അപ്പൊ എന്റെ ജോലി ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ വീട്ടും കാര്യത്തിന് പോയി ട്രെയിൻ കാത്തുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഞാൻ വീട്ടിലേക്ക് നേരെ പോകണേ. പക്ഷെ അപ്പൊ ഞാൻ വീട്ടിലും കാര്യത്തിൽ എത്തി. അപ്പൊ ട്രെയിനിന്റെ ഒച്ചും കാര്യത്തിന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ യാതൊരു ട്രെയിൻ വന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ മണ്ടി പോയി നോക്കണം. പക്ഷെ ട്രെയിൻ കാര്യം നമ്മളെ മുന്നിൽ എന്താ സംഭവം യാതൊരു എന്താ സംഭവിച്ചത്